ചില കറികളുണ്ടോ ചോറ് കഴിച്ച് വയറ് നിറയുന്നതിനോടൊപ്പേ നമ്മുടെ മനസ്സ് കൂടെ അങ്ങ് നിറച്ച് കളയും. പിന്നെ അതേ ഇങ്ങനെ മനസ്സിൽ സേവ് ആക്കി വെച്ചേക്കും, ഇനിയും ഈ സംഭവം കിട്ടുമ്പോൾ ഇങ്ങനെ തന്നെ കറി ഉണ്ടാക്കണമെന്ന്. അങ്ങനെ ഒരു 2-3 വട്ടമൊക്കെ ഉണ്ടാക്കിയാലും മതി വരാത്ത ചില കറികളുണ്ടല്ലേ, അങ്ങനെ ഒരു ഐറ്റമാണ് ഇത്. ഇതാണെങ്കിൽ എനിക്ക് ഒരു വട്ടം ഉണ്ടാക്കിയപ്പോഴേ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ മനസ്സിൽ സേവ് ആക്കി വെച്ചിട്ട് ഐറ്റമാണ്. പിന്നെ ഇത് വലിയ കഷ്ടപ്പാടില്ലടോ ഉണ്ടാക്കാനേ. അതിന് വേണ്ടിയിട്ടേ ഒരു പാത്രത്തിൽ കുറച്ച് പുളിയില്ലാത്ത തൈര് എടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചെറിയ ജീരകത്തിൻ്റെ പൊടി, ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി മാറ്റി വെച്ചിട്ട് ഒരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കടുകിട്ട് പൊട്ടിച്ച് ചെറിയ ജീരകിട്ട് പൊട്ടിച്ചിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ച നമ്മുടെ വെണ്ടയ്ക്കകളെ അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ വഴുവഴുപ്പൊക്കെ ഒന്ന് മാറ്റി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇച്ചിരി സവാള അരിഞ്ഞതും 2-3 വെളുത്തുള്ളി ഇല ഒന്ന് ചതച്ചതും കൂടെ ചേർത്തിട്ട് കുറച്ച് പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന തൈര് കൂടി ചേർത്ത് കൊടുക്കാം. തൈര് ചേർക്കുന്നതിന് മുന്നേ ആ ഫ്ലെയിം ഒന്ന് ഓഫ് ആക്കിയേക്കണം. അത് ரொம்ப മുഖ്യം പികില്. അപ്പോഴ് അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ പിരിഞ്ഞു പോകും. അപ്പോഴ് നമ്മുടെ സൂപ്പർ കറി റെഡി ആയിടോ ഒന്ന് ട്രൈ ആക്കി നോക്കും.